രാമായണ മാസത്തിൽ ദശാവതാരത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ശ്രീരാമൻ നമുക്കറിയാം ഭഗവാന്റെ 7ാമത്തെ അവതാരമാണ്. ഓരോരോ കാലഘട്ടങ്ങളിൽ ഓരോ പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടി ഭഗവാൻ ഭൂമിയിൽ വ്യത്യസ്ത അവതാരങ്ങളിൽ പിറവിയെടുത്തുന്നതാണ് ഹൈന്ദവ വിശ്വാസം. ഈ 10 അവതാരങ്ങൾ ഒരു വേദിയിലെത്തുന്ന മനോഹരമായൊരു നൃത്തശില്പത്തിൻ്റെ വിശേഷങ്ങളാണ് ഇനി നമ്മൾ സെൻട്രൽ മാഗസിനിൽ കാണാൻ പോകുന്നത്. നൃത്തം അഭ്യസിക്കാനെത്തിയ കുട്ടികളുടെ അരങ്ങേറ്റം സാധാരണ രീതിയിൽ നടത്തിയാൽ പോരാ എന്ന തീരുമാനത്തിൽ നിന്നാണ് ദശാവതാരം നൃത്തശില്പം രൂപം കൊണ്ടത്. ഒരു കാലത്ത് ലോകത്തിൽ ആരാണ് ശ്രേഷ്ഠൻ എന്നറിയാനായി മഹർഷിമാർ ഭൃഗുമഹർഷിയെ നിയോഗിച്ചു. ഭൃഗുമഹർഷി ആദ്യം ബ്രഹ്മാവ്, പിന്നെ ശിവൻ, അവസാനം വിഷ്ണു എന്നിവരെ പരീക്ഷിക്കാൻ പോയി. അവിടെ വിഷ്ണു ശയനസ്ഥിതിയിലായിരുന്നു. അതിൽ കോപം തോന്നിയ ഭൃഗുമഹർഷി വിഷ്ണുവിന്റെ നെഞ്ചിൽ കാൽ കൊണ്ടടിച്ചു. വിഷ്ണു കോപിക്കാതെ വളരെ വിനയത്തോടെ ആരാഞ്ഞു, മഹർഷേ, അങ്ങയുടെ പാദങ്ങൾ വേദനിച്ചോ? വിഷ്ണുവിന്റെ അതിയായ ക്ഷമയും കരുണയും കണ്ട് ഭൃഗുമഹർഷി അത്ഭുതപ്പെട്ടു. എന്നിരുന്നാലും തന്റെ കാൽ കൊണ്ട് വിഷ്ണുവിന്റെ വക്ഷസ്ഥലത്ത് തട്ടിയതിലൂടെ ലക്ഷ്മീദേവി കോപിതയായി ഭൂമിയിലേക്ക് പോവുകയും ചെയ്തു. ലക്ഷ്മീദേവിയുടെ കോപം മൂലം ഭൃഗുമഹർഷി വിഷ്ണുവിനെ ശപിച്ചു. നീ മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച് ജനന മരണചക്രം അനുഭവിക്കും. ഓരോ അവതാരങ്ങളും കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം എന്നൊരാശയത്തിലേക്ക് ഞാൻ എത്തി. അവിടെ നിന്നാണ് പിന്നീട് ഓരോ കഥകളുടെ പുറകെയും, അതുപോലെ തന്നെ അവരുടെ വസ്ത്രം എങ്ങനെ വേണം, അത് എവിടെ, പല സ്ഥലങ്ങളും ഞാൻ ട്രാവൽ ചെയ്തു. അതിനുശേഷമാണ് എനിക്ക് ആ ഒരു ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് എത്താൻ പറ്റിയത്. മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, അരങ്ങേറ്റ കുട്ടികൾ, അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് അമ്മമാരുടെ ഒരു ബാച്ചും കൂടി ഉണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് അമ്മമാരുടെ ബാച്ചായിരുന്നു അരങ്ങേറിയത്. ഇവരുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടിയിട്ടാണ് എനിക്കത് നേടാൻ പറ്റിയത്. ലാസ്യ സ്കൂൾ ഓഫ് ഡാൻസിലെ വിദ്യാർത്ഥികൾ കുട്ടികൾ മാത്രമായിരുന്നില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം നൃത്തലോകത്തേക്ക് മടങ്ങിയെത്തിയ മുതിർന്നവരും ആദ്യമായി നൃത്തം പഠിക്കാനെത്തിയ അമ്മമാരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. നമ്മളൊരിക്കലും ഇതൊരു അരങ്ങേറ്റമെന്നോ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ട് വന്നതല്ല. നമ്മൾ ഇവിടെ ഒരു എക്സർസൈസ്, ഈ പ്രായത്തിലൊരു എക്സർസൈസ് അത് കൊള്ളാം, നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് വന്ന് ജോയിൻ ചെയ്ത്. അരങ്ങേറ്റം ഞങ്ങളില്ല ടീച്ചറെ, ഞങ്ങൾക്കൊരു എക്സർസൈസ് മതി. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഈ ടീച്ചറുടെ ഒരു പോസിറ്റിവിറ്റി അത് ഞങ്ങൾക്ക് ഹെൽത്ത് നും ഭയങ്കര ഇതുണ്ട്. ഈ ക്ലാസ്സുകൾ വന്ന് പോകുമ്പോൾ മെൻ്റലി ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. 2.5 വയസ്സുള്ള കുട്ടി തുടങ്ങി ഇവിടെ ക്ലാസ്സിലുണ്ടായിരുന്നു. ഈ 2.5 വയസ്സുള്ള കുട്ടികളുടെ കൂടെ നമ്മൾ അടവുകൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല ആ സന്തോഷം. അവർക്കെല്ലാം ഊർജ്ജം നൽകുന്ന ഒരു നൃത്തശില്പം, അതാണ് നൃത്ത അധ്യാപിക RLV ശ്രുതികൃഷ്ണ ലക്ഷ്യമിട്ടത്. ഭൂമിയിൽ ധർമ്മച്യുതിയുണ്ടാകുമ്പോൾ ഭഗവാൻ വിവിധ രൂപത്തിൽ അവതരിക്കുന്നുവെന്നാണ് ഹൈന്ദവ വിശ്വാസം. ദശാവതാരത്തിന് പിന്നിലെ ഓരോ അവതാരത്തിന് പിന്നിലും ഓരോ കഥകളുണ്ട്. അഭിനയത്തിലൂടെയായിരുന്നു ഞാൻ കാഴ്ചവെച്ചത്. പക്ഷെ ആർക്കും അത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇവിടെ സ്റ്റുഡൻസിന് പോലും തന്നെ അത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇതെന്താ ചെയ്യുന്നത്, എടുക്കുന്നത്. ഞാൻ പറയുമ്പോഴാണ് അവർക്കത് കഥ മനസ്സിലാവുന്നത്. അതല്ലാതെ ഇത് ജസ്റ്റ് കാണിക്കുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ടായില്ല. പിന്നീടാണ് അത് ഡയലോഗ് വേണം, സാധാരണക്കാർക്ക് അത് മനസ്സിലാവണം. അങ്ങനെ ഞാൻ ഡയലോഗുകൾ എഴുതി. പ്രളയകാലത്ത് ഭൂമിയെയും വേദങ്ങളെയും സംരക്ഷിക്കാൻ ഭഗവാനെടുത്ത ആദ്യ അവതാരമാണ് മത്സ്യാവതാരം. രാജാവേ, ഉടൻ ഒരു വലിയ പടവ് നിർമ്മിക്കുക. അതിൽ സപ്തർഷിമാരെയും സകല ജീവജാലങ്ങളെയും വിത്തുകളും കയറ്റിക്കൊള്ളുക. പ്രളയം വരുമ്പോൾ പടവിനെ എൻ്റെ കൊമ്പിൽ കെട്ടുക. ഞാൻ നിങ്ങളെ സുരക്ഷിതമായി കരയിലെത്തിക്കാം. അമൃതിനു വേണ്ടി പാലാഴി മഥന സമയത്ത് മന്ദരപർവ്വതത്തെ താങ്ങി നിർത്താൻ ഭഗവാൻ ഭീമാകാരനായ ആമയായി അവതരിച്ചുവെന്നാണ് കൂർമാവതാരത്തിന് പിന്നിലെ പുരാണം. ഹിരണ്യാക്ഷൻ എന്ന അസുരൻ ഭൂമിദേവിയെ തട്ടിയെടുത്ത് പ്രളയത്തിൽ ഒളിപ്പിച്ചു. ഭൂമിയെ രക്ഷിക്കാൻ ഭഗവാൻ വരാഹരൂപം സ്വീകരിച്ചു. പിന്നീട് ഭൂമിയെ ഉയർത്തി യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. അതാണ് വരാഹാവതാരം. പ്രഹ്ലാദ, എത്ര പ്രാവശ്യം പറഞ്ഞാലും നിനക്ക് മനസ്സിലാകില്ലേ? നാം തന്നെയാണ് ഏറ്റവും ശക്തൻ. എന്നെയാണ് നീ ആരാധിക്കേണ്ടത്.
അച്ഛാ, അങ്ങ് ശക്തനാണ്. പക്ഷേ പരമശക്തൻ ഭഗവാൻ വിഷ്ണുവാണ്. ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാനും അഹങ്കാരിയായ ഹിരണ്യകശിപുവിനെ വധിക്കാനുമാണ് ഭഗവാൻ നരസിംഹാവതാരം പൂണ്ടത്. മനുഷ്യനോ മൃഗമോ അകത്തോ പുറത്തോ രാവോ പകലോ ആയുധങ്ങൾ കൊണ്ടോ തന്നെ കൊല്ലരുതെന്ന വരം ഹിരണ്യകശിപു നേടിയിരുന്നുവെന്നാണ് പുരാണകഥ. എല്ലായിടത്തും ഈ തൂണിലുമുണ്ടോ? തീർച്ചയായും ഈ തൂണിലുമുണ്ട്. നരസിംഹം നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ ആ ഒരു ഇഫക്റ്റ് വന്ന ഒരു കാര്യം. നരസിംഹം ആ കൂട് പൊളിച്ച് വരുന്നതൊക്കെ ഭയങ്കര ഒരു ഡ്രമാറ്റിക് സിറ്റുവേഷനിലായിരുന്നു ചെയ്തിരുന്നത്. അല്ലയോ ബ്രാഹ്മണകുമാര, അങ്ങ് വന്നാലും നാം എന്താണ് ചെയ്യേണ്ടത്? മഹാരാജാവേ, എനിക്കൊരു ദാനം തരാമോ? മഹാബലിക്ക് മോക്ഷം നൽകിയ വാമനാവതാരമായിരുന്നു ദശാവതാരങ്ങളിൽ അടുത്തത്. 3 അടിയോളം ഭൂമി മാത്രം മതിയാകും. 3 അടിയോളം ഭൂമിയോ? അക്രമികളായ ക്ഷത്രിയ രാജാക്കന്മാരിൽ നിന്ന് ഭൂമിയെയും ജനങ്ങളെയും രക്ഷിക്കാൻ ദശാവതാരത്തിൽ അടുത്തതായി പരശുരാമ അവതാരം. ഈ 10 അവതാരങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടൈമിനുള്ളിൽ തന്നെ തീർക്കേണ്ടതുകൊണ്ട് ഓരോ ശങ്കുളികളുടെ ആ ടൈമിൽ നമ്മുടെ ഓരോ ക്യാരക്ടറും മാറിയിട്ട് അടുത്ത ക്യാരക്ടർ കയറുകയാണ്. അപ്പോൾ ആ ക്യാരക്ടർ കയറുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് മുമ്പത്തെ ആ അവതാരം ക്ലോസ് ചെയ്യേണ്ട ആ ടൈമിങ് ഞങ്ങൾക്കൊരു വെല്ലുവിളിയായിരുന്നു. പക്ഷേ അത് പ്രാക്ടീസ് കൊണ്ട് മിസ്സിൻ്റെ കറക്ഷനും എല്ലാം കൊണ്ട് ഞങ്ങൾക്കത് ശരിയാക്കാനായിട്ട് പറ്റി. ലങ്കാധിപനായ രാവണനെ വധിക്കാനും ലോകത്തിന് ധർമ്മത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കാനുമായി ശ്രീരാമനായി അടുത്ത അവതാരം. കലിയുഗത്തിന് തൊട്ടുമുൻപുള്ള ദ്വാപരയുഗത്തിൽ കർഷകരുടെ രക്ഷകനായി ബലരാമാവതാരം. അസുരരാജാവായ കംസനെ വധിക്കാനും മഹാഭാരത യുദ്ധത്തിലൂടെ ഭഗവത്ഗീത ഉപദേശിച്ചും ശ്രീകൃഷ്ണാവതാരം. കലിയുഗത്തിന്റെ അവസാനം അധർമ്മം പരകോടിയിലെത്തുമ്പോൾ ജനങ്ങളെ രക്ഷിക്കാൻ ഭഗവാൻ കൽക്കി രൂപത്തിൽ 10ാമതെത്തും എന്നാണ് വിശ്വാസം. ദശാവതാരങ്ങളുടെ നൃത്തശില്പം അവതരിപ്പിക്കുമ്പോൾ ഓരോ അവതാരത്തിനും അതിൻ്റേതായ സവിശേഷതകളുണ്ട്. മത്സ്യവും കൂർമ്മവും വരാഹവും നരസിംഹവും വാമനും പരശുരാമനും രാമനും ബലരാമനും ശ്രീകൃഷ്ണനും കൽക്കിയും അടങ്ങുന്ന 10 അവതാരങ്ങൾ. ഒരേ കലാരൂപം തന്നെ ആകുമ്പോഴേക്കും ആളുകൾക്ക് അതൊരു കുറച്ച് കഴിയുമ്പോൾ ഇച്ചിരി മടുപ്പ് വരും. അത് വലിയൊരു ഐറ്റം ആയിരുന്നു. അപ്പോൾ പലതരത്തിലെ കലാരൂപങ്ങൾ വരുമ്പോഴേക്കും ആളുകൾക്കും ഇൻട്രസ്റ്റ് ആവും. ഓരോന്നും വ്യത്യസ്തമായ മുദ്രകളും ഭാവങ്ങളും ഉപയോഗിച്ചാണ് വേദിയിൽ ആവിഷ്കരിച്ചത്. ഓരോ അവതാരത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പിന്നിലെ പുരാണകഥയും വ്യക്തമാകുന്ന രീതിയിലാണ് ശ്രുതികൃഷ്ണ നൃത്തശില്പം രൂപകൽപ്പന ചെയ്തത്. മുദ്രകളുടെ സഹായവും അതുപോലെ തന്നെ പ്രോപ്പർട്ടീസും ഞാൻ കയറ്റിയായിരുന്നു. സാധാരണഗതിയിൽ ഓരോ അവതാരങ്ങളുടെയും പ്രോപ്പർട്ടി മാത്രമായിരുന്നു കയറ്റിയിരുന്നത്. ദശാവതാരത്തിൻ്റെ പശ്ചാത്തലത്തിലെ അരങ്ങേറ്റം കാണികൾക്കും കുട്ടികൾക്കും ഒരു പുതിയ അനുഭവമായതിൻ്റെ സന്തോഷത്തിലാണ് ലാസ്യ സ്കൂൾ ഓഫ് ഡാൻസ്. പക്ഷെ ഇങ്ങനെ ഒരു നൃത്ത ശില്പം പോലെ ഇത് ചെയ്യാൻ പറ്റിയത്, ഒരു ഡാൻസ് ഡ്രാമ പോലെ ആദ്യമായിട്ടാണ് ടീച്ചർ ചെയ്തത്. അത് ഭയങ്കര വിജയമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവരും ഇങ്ങനെ ഈ പ്രായത്തിൽ വന്നിട്ട് ഡാൻസ് കളിക്കാനും ഇങ്ങനെ ഒരു ഡാൻസ് ഡ്രാമ പോലെ ഇതിൽ എല്ലാവർക്കും വളരെ സന്തോഷം തന്ന ഒരു പരിപാടി. ടീച്ചർ ഇതെങ്ങനെയാണ് ഇതെങ്ങനെ ചെയ്തു, ഒറ്റയ്ക്ക് ഈ കോസ്റ്റ്യൂം എങ്ങനെ ചെയ്തു, ഒറ്റയ്ക്ക് ഇതെങ്ങനെ പ്രസൻറ്റ് ചെയ്തു, ഒരേ വൈബിൽ. അപ്പോൾ ആ പരിപാടി തുടങ്ങി അത് അവസാനിക്കുന്നവരെയും ആ വൈബ് ഇങ്ങനെ നിന്നിരുന്നു. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച കൂടുതൽ കാഴ്ചകളും വ്യത്യസ്തമാർന്ന വിശേഷങ്ങളും പുതുമയുള്ള അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.